പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദ് ബോസ് നൽകിയ മാനനഷ്ട കേസിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കൊൽക്കത്ത ഹൈക്കോടതിയുടെ വിമർശനം. ഗവർണർക്കെതിരെ അപകീർത്തികരമോ തെറ്റായതോ ആയ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയെ ഹൈക്കോടതി വിലക്കി. മമതയുടെ പാതയിൽ വെളിച്ചം വീശാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് ഹൈക്കോടതി വിധിക്ക് പിന്നാലെ ഗവർണർ ആനന്ദ് ബോസ് പ്രതികരിച്ചു. രാജ്ഭവൻ സന്ദർശനത്തിൽ തങ്ങൾ സുരക്ഷിതരല്ലെന്ന് സ്ത്രീകൾ തന്നോട് പറഞ്ഞുവെന്ന മമതാ ബാനർജിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് പശ്ചിമ ബംഗാൾ ഗവർണർ സി.വി. ആനന്ദ് ബോസ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. മുഖ്യമന്ത്രിക്ക് പുറമെ 2 TMC MLA-മാരെയും TMC നേതാവ് കുനാൽ ഘോഷിനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഈ കേസിലാണ് മമതാ ബാനർജിയെ ഹൈക്കോടതി വിമർശിച്ചത്. ഇത്തരം അപകീർത്തിപരമായ പരാമർശങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഭരണഘടനാപരമായ അധികാരമാണ് ഗവർണറുടേതെന്ന് നിരീക്ഷിച്ച കോടതി പ്രതികളെ വിലക്കിയില്ലെങ്കിൽ ഗവർണർക്കത് നികത്താനാവാത്ത നഷ്ടമാകുമെന്ന് ചൂണ്ടിക്കാട്ടി. അതിനാൽ തന്നെ ഗവർണറുടെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന പ്രസ്താവനകൾ ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി മുഖ്യമന്ത്രിയെ വിലക്കി. അശ്രദ്ധമായ പ്രസ്താവനകളിൽ നിന്നും മുഖ്യമന്ത്രി പിന്മാറണമെന്ന് ജസ്റ്റിസ് കൃഷ്ണറാവു ഇടക്കാല ഉത്തരവിൽ ആവശ്യപ്പെട്ടു. സത്യം വിജയിക്കുമെന്ന് പ്രതികരിച്ച ഗവർണർ സി.വി. ആനന്ദ് ബോസ് മമതാ ബാനർജിയുടെ പാതയിൽ വെളിച്ചം വീശാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്നും കൂട്ടിച്ചേർത്തു. Truth will triumph. I wish and pray God throws light on the path of Mamata Banerjee. I dedicate myself and the service of the people of Bengal. പശ്ചിമ ബംഗാളിൽ നടക്കുന്ന അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും അക്രമങ്ങൾക്കുമെതിരെ ഗവർണർ പ്രതികരിച്ചതോടെയാണ് മമതാ സർക്കാർ സി.വി. ആനന്ദ് ബോസിനെതിരെ ആസൂത്രിതമായി ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചു തുടങ്ങിയത്. ജനം, ഡൽഹി.